ഇന്ന് ബി മാജിക്കിന്റെ 2061 സെഷനിലേക്ക് ബി മാജിക് ഫൗണ്ടേഴ്സ്, ലീഡേഴ്സ്, മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മീ എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ പ്രഗ്നൻസി കെയർ ടേക്കർ ആൻഡ് സ്റ്റുഡന്റ് കൗൺസിലറായ ശൈല മോഹൻ മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. Okay, thank you very much. വെൽക്കം. മാജിക് മോർണിംഗ് ടു ഓൾ. കേൾക്കാമോ എന്നെ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങ് ഇരിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും നമ്മുടെയൊക്കെ മൈൻഡിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു മാനസിക ആരോഗ്യത്തിന്റെ ശരിക്കുള്ള അടിസ്ഥാനം എന്താണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായേക്കുന്നത്. ഒന്ന് പറയാമോ? ശരിക്കും നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? നല്ലൊരു മാനസിക ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് എല്ലാം ചെയ്യുവാനും പ്രത്യേകിച്ച് മെഡിറ്റേഷനിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായിരിക്കും ആ അടിസ്ഥാനം? പറ, സമയം പോന്നു. തെറ്റാണേലും ശരിയാണേലും പോരട്ടെ. പീസ് ഓഫ് മൈൻഡ്. പീസ് ഓഫ് മൈൻഡ്, ഗുഡ്. പിന്നെ മൈൻഡ്ഫുൾനെസ്, ഹാപ്പിനെസ്. ഓക്കെ, എന്നാൽ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരുന്ന മെഡിറ്റേഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് 100% മൈൻഡിലേക്ക് ഉൾക്കൊണ്ട് അതിൻ്റെതായ ആ ഒരു ഇമോഷൻസ് കൊടുത്ത് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മള് ഒക്കെ എന്താണ് നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ അഫർമേഷൻസ് എഴുതാറുണ്ട്, പക്ഷെ ചിലപ്പോൾ നമുക്കത് സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതൊരു നമ്മുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്തല്ല നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ ആ ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ടല്ല എഴുതുന്നത്. നമ്മുടെ ആ മെഡിറ്റേഷനിൽ പറയുന്നില്ലേ, നമുക്ക് ഹാപ്പിനെസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ലല്ലോ മാഡം. അതാണ് കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. റേഞ്ച് ഇഷ്യൂ കാരണം ലീവായി പോയതായിരുന്നു. ഇപ്പൊ ജോയിൻ ചെയ്യാൻ ചെറുതായിട്ടൊരു റേഞ്ച് ഇഷ്യൂ ഉണ്ടോന്ന് തോന്നുന്നു. അപ്പം നമ്മളിലൊക്കെ മറ്റുള്ളവരിലാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത്. പ്രത്യേകിച്ച് ഫാമിലി ആയാലും നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളിലൊക്കെ പ്രതീക്ഷ വെച്ചാണ് നമ്മൾ കൂടുതലും മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾക്ക് നമ്മളൊരു പരിഗണനയോ നമുക്ക് നമ്മുടേതായിട്ട് നമ്മുടെ സെൽഫിനൊരു സ്നേഹം കൊടുക്കണമെന്നൊക്കെ ശരിക്കും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാല് സെൽഫ് ലവ് എന്നുള്ളത് തന്നെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ്. ഞാൻ കേട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ്. അപ്പം നമുക്ക് അതായത് നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അതൊരു ഈഗോയോ അല്ലെങ്കിൽ അതൊരു സെൽഫിഷ്നെസ്സോ ഒന്നും അല്ല. നമുക്ക് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഹാപ്പിനെസ്സോട് കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാം കംഫർട്ടബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഒരു
ഒരു ഞാൻ സംതിങ് ആണ്, എനിക്ക് എന്റെ മൂല്യം തിരിച്ചറിയാം, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണെന്നുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ലവ് എന്താണ്, അല്ലെങ്കിൽ അത് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മളില് കുറവുള്ളവരില് എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്കത് കുറവാണെന്ന് തിരിച്ചറിയാം, പിന്നെ എങ്ങനെയാണ് അതിൽ നിന്നും മുക്തി നേടേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ ചെറിയ വാക്കുകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ടും സെൽഫ് ലവ് എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും, നമ്മുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ എന്നിവയെ കുറ്റപ്പെടുത്താതെ, നമ്മൾ അപമാനിക്കാതെ അംഗീകരിച്ച് നമ്മെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളിന് മാത്രമേ സെൽഫ് ലവ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ശരീരത്തിനെ കുറ്റപ്പെടുത്താതെയോ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ കുറ്റപ്പെടുത്താതെയോ ഒക്കെ നമ്മൾ ഒരു ദിവസമെങ്കിലും ജീവിക്കാറുണ്ടോ? എനിക്കൊരു തലവേദന വരുമ്പോഴത്തേക്കും നമ്മൾ എന്നതാ സാധാരണ പറയുന്നത്? നമുക്കൊന്ന് ചെറുതായിട്ട് നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? അല്ലെ നമ്മൾ കുഞ്ഞൊന്ന് വീണാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്? നമുക്ക് നമ്മുടെ ബോഡിയോട് നമ്മൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തലില്ലാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ നമ്മളെ തന്നെ വില മതിച്ച് കാണാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ഇവയൊക്കെ ഇല്ലാതെയാക്കി നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ ഈ സംഗതികളൊക്കെ വന്ന് നമ്മളത് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രയോഗിച്ചാൽ മാത്രമേ അതൊരു സെൽഫ് ലവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മെ കുറ്റപ്പെടുത്താതെ, നമ്മെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട്, ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ശരിക്കും സെൽഫ് ലവ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ആ ആള് ശരിക്കും ആ ആളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ, അതായത് നമ്മൾ മതിയായ ഒരാളാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കും. നമുക്ക് സ്വന്തം ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. അതായത് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ ചെയ്യും. എൻ്റെ ഇന്നർ സർക്കിളിലേക്ക് ഞാൻ ആരെയും പ്രവേശിപ്പിക്കത്തില്ല. അത് മക്കളായാലും ഹസ്ബൻഡ് ആയാലും എൻ്റെ ആ ഒരു ഇന്നർ സർക്കിളിലേക്ക് ഞാൻ ആരെയും പ്രവേശിപ്പിക്കത്തില്ല എന്നുള്ളത് നമ്മൾ നോക്കും. എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ തന്നെ സ്വയം ശിക്ഷിക്കില്ല. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും സ്വയം അയ്യോ ഈ നശിച്ച, അല്ലെങ്കിൽ ഇതിങ്ങനെയായി പോയല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. നമ്മൾ ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ശബ്ദമാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. എല്ലാവരും ആരോടൊക്കെ നമ്മളൊരു ഡിസിഷൻ ചോദിച്ചാലും അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിച്ചാലും അവസാനം നമ്മുടെ മനസ്സിൽ നമ്മളോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, മനസാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ മതിയോ, ആര് പറഞ്ഞതാണ് എടുക്കേണ്ടത്, ഇതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് നമ്മളൊന്ന് ചോദിക്കുന്നുണ്ട്. ആ സെൽഫ്, അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്നർ സെൽഫ്. ആ ഇന്നർ സെൽഫിനോട് നാം തന്നെ സംസാരിക്കുന്നതാണ് നമ്മളെ സ്നേഹിക്കുന്നതിന് ഒരു മാനദണ്ഡം. ഇനി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ വികാരങ്ങളെയും കുറ്റപ്പെടുത്താതെ, നമ്മുടെ ശരീരത്തെ അപമാനിക്കാതെ, നമ്മളെ അംഗീകരിച്ച്, നമ്മൾ എന്തായിരിക്കുന്നു അതിനെ അംഗീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കുറയാൻ പല കാരണങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇപ്പൊ മനസ്സിലായല്ലോ സെൽഫ് ലവ് ആണെന്ന്. കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മണി സാറേ? എന്തെങ്കിലും കാര്യങ്ങൾ പറ്റുമ്പോ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പോരാ, മതിയായിട്ടില്ല, എനിക്ക് അത്ര വിദ്യാഭ്യാസം പോരാ, അല്ലെങ്കിൽ അത് പോരാ, ഇതുപോരാ എന്നുള്ള കുറവുകളിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെക്കാട്ടി എത്രയോ മുമ്പിലാണ്, ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിൽ നല്ലതിൽ ശ്രദ്ധ വെക്കാതെ നെഗറ്റീവിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ടുള്ള ഒരു ദോഷങ്ങൾ വരാം. ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റാത്തത്? നമുക്ക് ചെറുപ്പത്തിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് തന്നിട്ടില്ല. അപ്പം ഇത് മെയിനായിട്ടും ചൈൽഡ്ഹുഡ് കോസസ് കാണും, ഇമോഷണൽ കോസസ് കാണും, സോഷ്യൽ ആൻഡ് മെന്റൽ കോസസ്. പറഞ്ഞോളൂ. അതെ, വളരെ ചെറുതായിരിക്കുമ്പോ തന്നെ
നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മുതിർന്നവര് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നന്നായിട്ടൊന്ന് പടം നമുക്ക് നമ്മുടെ ചിന്തയിൽ ഇത് നല്ല പടമാണ്, ഞാൻ വരച്ച വളരെ പക്ഷെ അതുകൊണ്ട് അയ്യേ ഇതെന്താ കൊള്ളില്ല എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പതിയും. ഇങ്ങനെ നമ്മുടെ വളർച്ചയില് ഒത്തിരി പേര് നമ്മളെ ഈ കുഞ്ഞിലെയാണ് ഏറ്റവും കൂടുതൽ നീ കൊള്ളില്ല മാറി നീക്ക്, അതൊക്കെ നമ്മെ ഇങ്ങനെ അടിച്ചമർത്തി നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും, ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് അതിനൊന്നും പോയാൽ വിജയിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ചിന്തയില് നമ്മുടെ മനസ്സ് വളരും തോറും നമ്മളിങ്ങനെ ബാക്കിലോട്ട് വരും. കാരണം ഞാനിപ്പോ ചെറിയ ക്ലാസ്സിലാണല്ലോ പഠിപ്പിക്കുന്നത്, എന്തിനും ഓടി വരുന്ന മക്കളാ ടീച്ചർ ഞാൻ ചെയ്യാം. പക്ഷെ അവര് കുറച്ച് വളരുമ്പോൾ അവര് പിറകിലോട്ട് പോകുന്നു. കാരണം അത് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നീ പോയിരിക്കുക അവൻ ചെയ്യുന്ന പറഞ്ഞു പോയാൽ അവരുടെ മനസ്സ് മാറി. പക്ഷെ ഇതറിഞ്ഞുകൊണ്ടാണ് ഞാൻ പെരുമാറുന്ന എല്ലാ കുട്ടികളെയും ഞാൻ മുന്നിലോട്ട് കൊണ്ടുവരാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ അടിച്ചമർത്തൽ കൊണ്ടാണോ എന്നെ കൊണ്ട് കൊള്ളില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോയത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നത് ഇതാ. അതെ, തീർച്ചയായിട്ടും ഞാൻ പറയാം. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഈ ചെറുപ്പത്തിലേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചൈൽഡ്ഹുഡ് കോസസ് എന്ന് പറയും. അതായത് നമുക്ക് ചെറുപ്പത്തിൽ ലഭിക്കാത്ത അംഗീകാരം, നമ്മൾ വരച്ച ഒരു പടമായിരിക്കും, അത് കൊള്ളില്ല, അതിന്റെ ആ പേപ്പർ വലിച്ചു കീറി പിച്ച് ചീന്തി വേണമെങ്കിൽ നമ്മുടെ പേരൻസ് ചിലപ്പം കളയുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരിത്തിരി മാർക്ക്, ഒരു ശകലം മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഒന്ന് തോറ്റുപോയി വരുമ്പോഴത്തേക്കും നിന്നെ എന്നാത്തിന് കൊള്ളാം, നിന്നെ ഇതിനാണോ വിട്ടത്, അങ്ങനെ ഇങ്ങനെ എപ്പോഴും സ്ഥിരം കുറ്റപ്പെടുത്തൽ ഈ കുട്ടി കേട്ടാൽ തീർച്ചയായിട്ടും അവന്റെ ആ കോൺഫിഡൻസ് കുറയും, അല്ലെങ്കിൽ അവന്റെ ആ ഡീമോട്ടിവേറ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പാരിഷൻ, നമ്മൾ നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നുണ്ടോ, തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവത്തില്ല, നമ്മുടെ ഒരു കാര്യവും നടക്കത്തില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ, നമ്മുടെ ഇന്നർ സെൽഫ് പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടോ, അത് മാം അവരെന്ത് അത് വിചാരിക്കും. പഠിപ്പിച്ചു പോയതാ. നമ്മളോട് വീട്ടുകാർ വന്നി അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, നോക്ക് അവൾ എത്ര നന്നായിട്ടിരിക്കുന്നു, അവൾ എത്ര അതെ, അടക്കത്തോടെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെപ്പോഴും കമ്പാരിസനാ. അയ്യോ എന്നെക്കാൾ അവള് നന്നായിട്ട് കമ്പാരിസൺ. ഒരുങ്ങുന്നു. ഇനി അതൊക്കെ മാറ്റുക. നമ്മുടെ അതായത് ചൈൽഡ്ഹുഡ് കോസസ് ആണ് മെയിൻ ആയിട്ടുള്ള ഇതിനുള്ള ഒരു കാരണം. ഇനി അടുത്ത കോസ് എന്ന് പറയുന്നത് ഇമോഷണൽ കോസസ് ആ. ഈ പറഞ്ഞതുപോലെ റിജക്ഷൻ. നമ്മൾ ഒരു ഇത്തിരി വലുതാകുമ്പോഴത്തേക്കും കല്യാണം വിവാഹത്തില് ചിലപ്പം റിജക്ഷൻ ഉണ്ടാവാം, ബന്ധങ്ങളിൽ റിജക്ഷൻ വരാം, പ്രണയങ്ങളിൽ റിജക്ഷൻ വരാം. അപ്പം അതിലൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു റിജക്ഷൻ ഫീൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇമോഷണലി കുറച്ചെല്ലാം നമ്മളെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, മറ്റുള്ളവർ നെഗ്ലക്ട് ചെയ്യും, നമ്മൾ നമ്മളെ തന്നെ നമ്മളിപ്പൊ നെഗ്ലക്ട് ചെയ്യുന്നു. പിന്നെ ചില ടോക്സിക് റിലേഷൻഷിപ്സ്, മോശമായിട്ടുള്ള റിലേഷൻഷിപ്സിലൂടെയൊക്കെ ഈ സെൽഫ് ലവ് കുറയാം. പിന്നെ ചെറിയ എന്താണ് സോഷ്യൽ ആൻഡ് മെന്റൽ കോസസ്, അതാണ് സോഷ്യൽ മീഡിയ കമ്പാരിഷൻ. ഇപ്പൊ നമ്മുടെ റീൽസും ഇൻസ്റ്റയിലെ സ്റ്റോറീസും ഫേസ്ബുക്കിലെ കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അയ്യോ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ സുന്ദരിയല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് നമ്മൾ അങ്ങ് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്നതാണ് കംപ്ലീറ്റ് പെർഫെക്ഷനിസം ആയാലേ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട് നമുക്ക്. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഭാവിയിലോട്ട് ബാധിക്കും. ശരിക്കും ഞാനും ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ പാട്ട് പാടാനൊക്കെ മത്സരത്തിൽ എന്താ പേര് കൊടുക്കുകയും പാടുകയും ഒക്കെ ചെയ്യും. അപ്പൊ അന്നൊക്കെ പാടുമ്പോൾ കൂട്ടുകാരൻ നമ്മളെ കളിയാക്കിയിട്ടുള്ളത് കൊണ്ട് ശരിക്കും നമ്മൾ അങ്ങോട്ട് പിൻവലിഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും 4-ലൊക്കെ മത്സരത്തിനൊക്കെ പാടിയ പാട്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എങ്ങനെ പഠിച്ചു പാടി. പക്ഷെ അന്നൊക്കെ ഒരു കളിയാക്കലൊക്കെ കിട്ടിയത് കൊണ്ടായിരിക്കാം ശരിക്കും നമ്മൾ ഈ പുറകോട്ട് പോകുന്നത്. അപ്പം നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മുടെ സെൽഫ് ലവ് കിടക്കുന്നത്. ഇനി അഥവാ നമുക്ക് സെൽഫ് ലവ് ഇല്ല അല്ലെങ്കിൽ കുറവാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവാം, നമുക്ക് നമ്മളെ തന്നെ ഒരു ഡൗട്ട് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ഡൗട്ട് തോന്നുന്നുണ്ടോ, നമുക്ക് സെൽഫ് ലവ് കുറവാണ്, നമ്മൾ സെൽഫ് ലവ് കൂട്ടുക, ആ ഡൗട്ടുകൾ നമ്മൾ കുറച്ചെടുക്കുക. പിന്നെ എപ്പോഴും ഞാൻ പോരാ എന്ന ചിന്ത, ഓ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ പോരാ, അത് നമുക്ക് സ്കൂളിൽ നിന്നും ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, അല്ലെ നീ പഠിക്കത്തില്ല, നീ മാറി നിൽക്ക്, നീ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണ്ട. പിന്നെ ടീച്ചേഴ്സിന് ഒരു കുറച്ച് റോളൊക്കെ അതിനകത്തുണ്ട്, പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രമാത്രമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു സ്കൂളിന്റെ പേര് മുൻനിർത്തണം, മുന്നിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എപ്പോഴും
ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള പിള്ളേരെയാണ് തെരഞ്ഞെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാതെ താഴെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പൊക്കിക്കൊണ്ട് വന്ന് നമുക്കൊരു സ്റ്റേറ്റ് കലോത്സവത്തിനൊന്നും പങ്കെടുപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ടീച്ചർമാർക്ക് അറിയാം. അപ്പൊ അവരത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരെ കൊണ്ടുവരും. പക്ഷെ സ്കൂൾ ലെവലിലാണെങ്കിലും പുറകെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഡ്യൂട്ടി ടീച്ചേഴ്സിനുണ്ട്. അത് പലരും ചെയ്യാറില്ല. പിന്നെ ഇവര് മറ്റുള്ളവരെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ പോകും. സ്വന്തം സന്തോഷം എല്ലാം ഉപേക്ഷിക്കും. നോ പറയേണ്ടടുത്ത് അവർക്ക് നോ പറയാൻ അറിയത്തില്ല. പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം പറഞ്ഞാൽ ഉടനെ ഡൗൺ ആകും. നമ്മളൊക്കെ എത്ര പേര് ഡൗൺ ആകുന്നുണ്ട്? നമ്മുടെ ബന്ധുക്കൾ നമ്മളോട് പറയാം, കൂട്ടുകാർ പറയാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മക്കള് നമ്മളോട് പറയാം, ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പോഴത്തെ മക്കളൊക്കെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ലേ? അപ്പൊ നമ്മൾ എന്തിനാണ് അതിലൊക്കെ ചെവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിന്തിക്കുക, ഞാൻ കേട്ടത് ശരിയാണോ, ഞാൻ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ, അത് കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ആ ഒരു കേട്ട ഭാഗമേ നമ്മൾ നടിക്കേണ്ട, നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് ശരിക്കും ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് ഒരു സംഗതി ഉണ്ടായാൽ നമ്മൾ അതിനെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആവശ്യമില്ലാതെ കാട് കയറിപ്പോയി എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റിയെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഓവർ തിങ്കിങ്ങേ പാടില്ല. ഒരു നന്നായിട്ടുള്ള ഒരു ഡിസിഷൻ ലൈഫിൽ എടുക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളൊരു ഏർലി മോർണിംഗിലൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 5 മിനിറ്റ്സ് നമ്മൾ സ്വന്തം നമ്മുടെ ഇന്നർ ചൈൽഡിനോട് അല്ലെങ്കിൽ ഇന്നർ സെൽഫിനോട് സംസാരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുക. എല്ലാം കേട്ടതിന്റെ വെളിച്ചത്തിൽ എന്താണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആപ്റ്റാണോ എന്നുള്ളത് നോക്കി മാത്രം നമ്മൾ എടുക്കണം. പിന്നെ ഈ സെൽഫ് ലവ് കുറഞ്ഞവർക്ക് മറ്റുള്ളവർ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞാലും എന്തായിരിക്കും, അവർക്കത് സ്വീകരിക്കാനൊന്നും ഒരു മനസ്സ് വരത്തില്ല. എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരിൽ കയറി വരും. ഒരു കോംപ്ലിമെന്റ് ഒന്നും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കാണത്തില്ല. ഇതൊക്കെയാണ് സെൽഫ് ലവ് നമുക്ക് കുറവാണെന്ന് ഉണ്ടായാലുള്ള ലക്ഷണങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ലവ് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് ടോക്ക് മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പറ്റില്ല എന്നുള്ള വാക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാവിന്റെ തുമ്പിൽ നിന്ന് എടുത്ത് കളയണം. എനിക്ക് പറ്റും, ഞാൻ പഠിച്ച് മുന്നേറും എന്നുള്ള പോസിറ്റീവ് വേയിൽ മാത്രം നമ്മൾ സെൽഫ് ടോക്ക് നടത്തുക. അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടേതായ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അതായത് നോ പറയേണ്ടടുത്ത് നോ പറയണം. അത് ഒരു സെൽഫ് റെസ്പെക്റ്റേ നമുക്ക് തരത്തുള്ളൂ. അത് പറയേണ്ടതായ രീതിയിൽ പറഞ്ഞാൽ മതി. അയ്യോ, ഞാൻ എങ്ങനെയാ നോ പറയുന്നതെന്ന് ഓർത്തിരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയിലോട്ട് വരും. പിന്നെ നമുക്കത് കൈകാര്യം ചെയ്യാനേ നേരം കാണത്തുള്ളൂ. നമ്മുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിനോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടേതായ കാര്യം ചെയ്യാനൊന്നും ടൈം കാണത്തില്ല. ഇതിലൊക്കെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒത്തിരി നല്ലതാണ്. നമ്മുടെ മെഡിറ്റേഷനിലൊക്കെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്. ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനും പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് ഞാൻ കൂടെ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഏതോ ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ കേട്ടതാണ്, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ ഹഗ് ചെയ്യുക. ഇതെങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കേ. നമ്മളെ ഒന്ന് എന്നിട്ട് നമ്മളെ 2 കൈ കൊണ്ട് ഒന്ന് പാറ്റ് ചെയ്താൽ മതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞു. ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്, നമുക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള നല്ലതാണ് അല്ലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഹഗ് ചെയ്യുന്നതിന് ഇങ്ങനെ നമ്മുടെ തല ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട്, നമ്മൾ കൊച്ചു പിള്ളേരെ നമ്മൾ ഇങ്ങനെ വെക്കത്തില്ലേ, വെച്ച് നമ്മൾ കൊഞ്ചിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഒന്ന് സ്നേഹിച്ച് 2 സൈഡിലോട്ടും ഞാൻ നിന്നെ കണ്ണടച്ചൊന്ന് നോക്കിക്കേ. ഈ 2 പാറ്റേൺ ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ്, നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ, നമ്മുടെ ബോഡിയെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൈക്കുള്ളിലൂടെ മറ്റേ കൈ കൊണ്ടൊന്ന് തലോടിക്ക്. നമ്മുടെ കൈയുടെ ഉള്ളൊന്ന് തലോടി ഇങ്ങനെ ഇവിടം വരെ ഒന്ന് വന്നേ, മുട്ട് വരെ ഒന്ന് വന്നേ. സോഫ്റ്റ് ആയിട്ടൊന്ന് തലോടിക്കുക 2 കൈയും മാറി. കണ്ണടച്ച് പിടിച്ചൊന്ന് ചെയ്ത് നോക്കിക്കേ. കാണുന്നുണ്ടോ? കാണാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. കാണാം. കാണാം. പിന്നെ ഒരു
ഇത് തന്നെ. എന്നിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ സ്നേഹിക്കുന്നെന്ന് പറയുക. നമ്മുടെ ഇന്നർ ചൈൽഡിനോട് നമ്മൾ പറയുക. ഇങ്ങനെ ചില മെത്തേഡുകളൊക്കെ ഏതോ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. അത് ഒന്ന് പറഞ്ഞു തന്നെന്ന് മാത്രം. നമുക്ക് നല്ലതാണ്. നമുക്ക് ചിലപ്പം ആദ്യം ഇന്നർ സെൽഫും അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ കേൾക്കുമ്പം പാടാണ്. അപ്പം ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് ചെയ്ത് നമുക്ക് നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുവാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഡെയിലി സെൽഫ് ലവ് ഹാബിറ്റ്സ് നമ്മൾ ഫോം ചെയ്യണം. അതായത് നമ്മൾ പല ക്ലാസ്സിലും കേട്ടിട്ടുണ്ട്, നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ 5 മിനിറ്റ്സ് സൈലൻസ് കീപ്പ് ചെയ്ത് നമ്മളോട് സംസാരിക്കണം. പിന്നെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോഴും ഇമോഷൻസ് എത്രമാത്രം വരുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോഴും അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുമ്പോഴും എത്രമാത്രം ഇമോഷണലി ഇൻവോൾവ് ചെയ്താണ് ഞാൻ അത് എഴുതുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ക്ലിയർ ആയതും ക്ലാരിറ്റി കിട്ടതും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നമ്മൾ എഴുതുന്നതിന്റെ ഫലം കൂടുതൽ ആക്ഷൻ എടുക്കണം കേട്ടോ. എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നല്ല ഇമോഷണലി ഇന്റാക്ട് ആയിട്ടിരുന്ന് അല്ലെങ്കിൽ ഇമോഷണലി ഇൻവോൾവ് ചെയ്തിരുന്ന് എഴുതുകയും ആക്ഷൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഫലം കിട്ടിയിരിക്കും. ഉടനെ അല്ലെങ്കിലും ഒരിത്തിരി സാവകാശത്തിലാണെങ്കിലും അത് കിട്ടും. പിന്നെ ബോഡി ആൻഡ് മൈൻഡ് കെയർ. നമുക്ക് തലവേദന വന്നാൽ, വയറുവേദന വന്നാൽ, കാലുവേദന വന്നാൽ ഒക്കെ നമ്മൾ ആശുപത്രിയിൽ പോകുന്നുണ്ട്. മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എവിടെ ആശുപത്രിയിൽ പോകുന്നത്? അത് അത്ര സീരിയസ് ആണെങ്കിലാണ് ആശുപത്രിയിൽ പോകുന്നത്. നമ്മൾ ഒരാളോടൊന്ന് തുറന്ന് സംസാരിക്കുക പോലുമില്ല. നമ്മളിത് മനസ്സിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അതായത് അറിയാമല്ലോ, നമ്മളിപ്പം അങ്ങനെ പ്രഷർ കൂടി നമ്മുടെ പ്രഷർ കുക്കർ ആ വാൽവില്ലെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം പൊട്ടി. അങ്ങനെയാണ് നമ്മുടെ മനസ്സൊക്കെ ഇരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കുക. നമ്മൾ നമ്മുടെ ബോഡിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാ കേസിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടിനും നമ്മൾ കെയർ കൊടുക്കും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഡെയിലി ദിവസത്തിൽ ഒന്നെങ്കിലും നമ്മൾ കുളിക്കും, നമ്മൾ ഡ്രസ്സ് മാറും. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് കെയർ ഉണ്ടോന്ന് നമുക്ക് ഇപ്പൊ തന്നെ, നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ കാലിന് നമ്മൾ എത്രമാത്രം കെയർ കൊടുക്കുന്നുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓരോരുത്തരും അവനവന്റെ കാലിന്റെ ആ ഒരു വൃത്തി ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. എനിക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. ഞാനിപ്പം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ അതിൽ നിന്നും മാറി കാലിൽ നിന്നും കെയർ കൊടുക്കുകയും, കാരണം ഈ കല്ലിലൊക്കെ കൊണ്ട് കാലൊന്ന് ഉരയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി പാടാണല്ലോ. ചിലപ്പം പുറത്തിറങ്ങി പോകണം. അതിൻ്റെയൊക്കെ ഒരു മടി കൊണ്ട് ചിലപ്പം കാലൊക്കെ നമ്മൾ ഉരയ്ക്കാതിരിക്കും. പക്ഷെ നമ്മുടെ കാല് നമ്മൾ എണ്ണ തേച്ച് ഡെയിലി നമ്മുടെ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതും നമ്മുടെ സെൽഫ് കെയറിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ബോഡിയെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ ചിലപ്പം കേൾക്കാറില്ലേ, ഓ അദ്ദേഹം നേരത്തെ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ കാല് നോക്കിയാൽ മതി ആ ആളിന് എത്രമാത്രം വൃത്തി ഉണ്ടെന്ന് അറിയാവുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വൃത്തി മാത്രമല്ല, നമുക്ക് സെൽഫ് കെയർ എത്രമാത്രം ഉണ്ടെന്നും കൂടെ അറിയാൻ നമുക്ക് സാധിക്കും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫൊർഗീവ്നെസ് ജേണൽ നമുക്കറിയാം. നമ്മൾ എഴുതുന്നതാണ്, സാറ് നമുക്ക് എന്നും പറഞ്ഞു തരുന്നതാണ്. എത്രയോ അർത്ഥം ഉള്ള ഒരു ഫൊർഗീവ്നെസ് ജേണലാണ് ഫൊർഗീവ്നെസ് ആണ് നമ്മൾ കേൾക്കുന്നത്. ഒപ്പനോ അല്ലാതെ തന്നെ താഴെയായിട്ട് പിന്നെ വരുന്നില്ലേ, ഞാൻ എൻ്റെ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും ഈവൻ ഈ ഭൂമിയിലെ പുല്ലോ കളയോ എല്ലാ ജീവജാലങ്ങളോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് നമ്മളൊരു വാക്ക് എഴുതാറില്ലേ? ഫൊർഗീവ്നെസ് ജേണൽ ഇമോഷൻസോട് കൂടി എഴുതി നോക്കിക്കേ. തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റമല്ലെന്ന് മനസ്സിലായല്ലോ. സെൽഫ് ലവിന്റെ ക്ലാസ്സും മറ്റും ഒക്കെ എത്രയാണ്, ഞാൻ ഇതിനകത്ത് 2018 വന്നതാണ്. അന്ന് തൊട്ട് കേട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പരുവത്തിലോട്ടൊക്കെ ആയിരിക്കുന്നത്. എന്നാലും 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒത്തിരി കുറെ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഒരു കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി കാണുമായിരിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ പവർഫുൾ ആയിട്ടുള്ളതും എന്നാൽ അതൊന്ന് മനസ്സിലാക്കി തരാമല്ലോ എന്നോർത്താണ് ഇന്ന് ഇത് തന്നെ എടുക്കാമെന്ന് വെച്ചത്. തന്നെയുമല്ല, കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ തൃശ്ശൂർ കുഹാസ് യൂണിവേഴ്സിറ്റി വരെയൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വെളുപ്പിനെ 4:30 ഇറങ്ങി, വൈകിട്ട് 9:30 വന്ന് കയറിയപ്പോൾ. അപ്പം അധികം പ്രിപ്പറേഷൻ ഒന്നും പറ്റിയില്ല. ഇനിയിപ്പോ ഈ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാ അതിന്റെ ഗുണങ്ങൾ വരുന്നത്?
നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാം. ടോട്ടലി നമ്മുടെ ലൈഫ് തന്നെ മാറുവാണ്. നമ്മൾ വേറൊരാളായിട്ട് മാറുവാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കത്തൊന്നുമില്ല. കേൾക്കേണ്ടത് കേൾക്കും, പക്ഷെ ആവശ്യമില്ലാത്ത നെഗറ്റീവ്സിന് നമ്മൾ ചെവി കൊടുക്കാറില്ല. അപ്പം ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും മനസമാധാനം കിട്ടും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമുക്ക് ശരിക്കും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും ബിസിനസ്സുകാരുടെ ഇടയ്ക്കും നമ്മൾ എവിടെയൊക്കെ ചെന്ന് ആൾക്കാരോട് പെരുമാറുന്നുണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു പോസിറ്റീവ് വൈബിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി കിട്ടും. നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. സാർ എപ്പോഴും പറയാറുണ്ട്, ക്ലാരിറ്റി കിട്ടും നമുക്ക് സെൽഫ് ലവ് കൂടുതൽ വരുവാണെങ്കിൽ. പിന്നെ കൂടുതലായിട്ടും നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റി എല്ലാം കുറയ്ക്കാൻ പറ്റും. കാരണം എന്നതാ, നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യത്തിലല്ലേ ചിന്തിക്കുന്നത്. നമ്മൾ അയൽവക്കംകാരെ നോക്കിയല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മക്കളെ അയൽവക്കത്തെ കൊച്ചു പഠിക്കുന്നത് മാതിരിയല്ലേ കമ്പയർ ചെയ്യുന്നത്. ഇതൊക്കെ കുറച്ചിട്ട് നമ്മളിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുന്നു, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഒരു സാരി നന്നായിട്ട് ഉടുത്തേക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല സാരിയാണ്, അല്ലെ ഇത്തിരി വില കൂടിയ സാരി, അതൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ എനിക്കത് ഇത്ര മേടിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എടുത്തേക്കുന്നത് ആ വിലയുടെ അല്ല, എന്തിനാ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്കുള്ള ഇത് വെച്ച് നമ്മൾ ചെയ്തു നീറ്റായിട്ട് പോവുക. നോ കമ്പാരിഷൻ. ഏത് കാര്യത്തിലാണെങ്കിലും അവർ വലിയ വീട് വെച്ചു, നമുക്ക് അത്രയും പറ്റത്തില്ല. പിന്നെ എന്തിനാ നമ്മൾ അതിലേക്ക് പോകുന്നത്? നമ്മൾ എന്തിനാ നമ്മുടെ മനസ്സ് സ്ട്രെസ് ആക്കുന്നത്? പിന്നെ നമുക്ക് നന്നായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരി നമുക്കുണ്ടാകുന്നത് ഇന്നർ ഹാപ്പിനെസ് ആണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ പറയാറില്ലേ, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്, ഇപ്പൊ മണിസാറ് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ലവ് എന്നുള്ള ഒരു സംഗതി ഇല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊന്നും നടക്കത്തില്ല. സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുക. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ചെയ്താൽ മതി. കമ്പാരിഷനെ ഒഴിവാക്കി നമ്മുടെ ബോഡിയെയും കെയർ ചെയ്ത് നമ്മുടെ ഇന്നർ സെൽഫിനോട് മാപ്പും ചോദിച്ച് അതിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തേ തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ലവ് ഉണ്ടാകും. പിന്നെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പോസിറ്റീവ് ടോക്ക് നമ്മൾ പറഞ്ഞു. കാരണം ഈ പോസിറ്റീവ് ടോക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നമുക്കൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിനൊന്നും അറിയത്തില്ല നമ്മൾ എന്നതാ കൊടുക്കുന്നാൽ അത് മാത്രമേ അതിനെ അറിയത്തുള്ളൂ. അപ്പം അതിനെ ഒന്ന് പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി, നമ്മൾ സറൗണ്ടഡ് വിത്ത് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള ബുക്കുകൾ, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. നെഗറ്റീവ് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അവരെ ഒന്ന് മാറ്റി നിർത്തുക. മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ഈ ചെവിക്കൂടെ ഇട്ട് ഇതിലെവിടെ അങ്ങോട്ട് വിട്ട് കളയുക. അപ്പൊ നമുക്ക് അവിടെ നിന്നൊന്നും ഓടാനൊന്നും പറ്റത്തില്ല. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് അതങ്ങോട്ട് വേണേൽ കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ തന്നെ നമ്മളെ ഫോർഗീവ് ചെയ്യണം. നമ്മൾ നമ്മുടെ ബോഡിയെ എത്രമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലുവേദന വരുമ്പോഴത്തേക്കും എന്റെ ഈ നശിച്ച കാല്, ഒന്ന് മുട്ടിയാൽ എന്റെ നശിച്ച കാല്, കണ്ണിൽ എന്തെങ്കിലും പൊടി പോയാൽ നശിച്ച കാല്. എന്തിനാണ് നമ്മൾ നശിച്ചതാണെന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും ഒരു സ്കെലറ്റനാണ് നമ്മുടെ ഇത്രയും ഈ വലിയ ശരീരത്തെ നിലനിർത്തുന്നത്. നമ്മൾ എന്തിനാ അതിനെ കുറ്റപ്പെടുത്തുന്നത്? അത് പാവം നമ്മളെ ഇത്രയും താങ്ങിക്കൊണ്ട് നടക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ബോഡിയെ നമ്മൾ സ്നേഹിക്കുക, ഏത് രീതിയിലാണെങ്കിലും. എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വരുന്നത്? നമ്മുടെ എന്തെങ്കിലും ബോഡിക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബിമാജിക്കിലെ സേവേഴ്സ് കൾച്ചർ നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്. സേവേഴ്സ് കൾച്ചർ ഒന്ന് പാലിച്ചു നോക്കിക്കേ, നമുക്ക് ശരിക്കും നല്ല വ്യത്യാസം വരും. അനുഭവത്തിൽ നിന്ന് പറയുക, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തരണം ചെയ്യാൻ സാധിക്കും. പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ ആള് കാണും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. പൈസാപരമായി ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആൾക്കാർ കാണും. അങ്ങനെയൊക്കെ നമുക്ക് പടിപടിയായിട്ട് മുന്നോട്ട് പോകാം. ഫ്യൂച്ചറിലാണെങ്കിലും നല്ലത് വരും. നമ്മളൊരു നല്ല പ്രതീക്ഷയോടെ വേണ്ട മുന്നോട്ട് പോകാൻ. എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ
കൂടുതലായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അത് നേച്ചറുമായിട്ട് സ്പെൻഡ് ചെയ്താൽ അത്രയും നല്ലത്. കാരണം ആ ഗ്രീൻ സീനറി നമ്മുടെ മനസ്സിന് കുളിർമ തരുന്നതാണ് രാവിലെ നടക്കാൻ പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഇവിടെയൊക്കെ നടക്കാൻ പോകും, പക്ഷെ പെണ്ണുങ്ങൾ ഒരു കുറച്ച് പേര് നടക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം താമസിക്കുന്നിടത്തല്ല, വേറെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നു, ടൗണിനടുത്തായിരുന്നു. അപ്പം ഒരു 5 എണ്ണമൊക്കെ ഇങ്ങനെ നിരന്ന് നടക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്താ ഈ കുറ്റം പറഞ്ഞ് അടുത്തുള്ള പെണ്ണുങ്ങളെയും അല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യം ഈ വീട്ടിലെ കാര്യം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയൊന്നും അല്ല നടക്കേണ്ടത്. നമ്മൾ നടക്കുവാണെങ്കിൽ ഞാൻ നടക്കുവാണെന്നുള്ള ആ ഒരു മൈൻഡ്ഫുൾനെസ്സിനോട് കൂടി തന്നെ വേണം നടക്കാൻ. പ്രകൃതിയുമായിട്ട് നമ്മൾ സംസാരിക്കണം, പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പം നടന്നില്ലെങ്കിലും കേട്ടോ, ശരിക്കും ഞാനൊരു എന്താണ് ശരിക്കും നല്ലൊരു സ്ഥലത്താണ്, മീൻസ് ഫ്രണ്ടില് ചന്ദനമരം, ബാക്കിലും ചന്ദനമരത്തിന്റെ തോട്ടമാണ് എൻ്റെ വീടിരിക്കുന്നതിന്റെ. നല്ലൊരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ നടക്കാൻ ഇവിടെ ഇത്തിരി കയറ്റമൊക്കെയാണ്, എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകാൻ വയ്യ, അകത്തിരുന്നുകൊണ്ടുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യുന്നു. ശരിക്കും നമ്മൾ ആ നേച്ചറുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണടച്ചിരുന്ന ആ ഗ്രീൻ കളർ ഒന്ന് ആസ്വദിച്ച് നോക്കിക്കോ. ഇനി മരമൊക്കെ കാണാൻ വയ്യാത്ത ആൾക്കാരും കാണുമായിരിക്കും. ഞാൻ ഇവിടെ വീടിരിക്കുന്നതിന്റെ ഭാഗത്ത് ചിലപ്പോൾ ഇല്ലാത്തതും കാണും, ടൗണിലൊക്കെ താമസിക്കുന്നത്. അപ്പം കണ്ണടച്ചിരുന്ന ഗ്രീൻ സീനറി, അല്ലെങ്കിൽ നമ്മുടെ ഓടില് ഗ്രീൻ സീനറി വെക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്തേ, തന്നെ ഒരിടത്ത് പോയി ഒരു ഇത്തിരി നേരം യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് നമ്മുടെ ആ ഒരു അടുത്ത് മതി, ഒരു ബീച്ചിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി ഒന്ന് യാത്ര ചെയ്താലും നമുക്ക് നമ്മളോട് സംസാരിക്കാനുള്ള സമയം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. സാറ് പറഞ്ഞിട്ടില്ലേ, ഞാൻ നല്ലൊരു കറി ഉണ്ടാക്കി, നല്ലതാണെന്ന് പറഞ്ഞു നമ്മൾ തന്നെ അതങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ എന്താണ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാൻ നമ്മൾ നോക്കണ്ട, ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മൾക്ക് എന്താ ഹോബി, അല്ലെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആക്ടിവിറ്റി എന്നതാ, അത് നമ്മൾ ഡെയിലി ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതുന്നുണ്ട്, ഒപ്പനോ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഇനി ഒരു കാര്യങ്ങളും ഞാൻ ചോദിക്കാം. നമുക്ക് സെൽഫ് ലവ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒരു 5 പോയിന്റ് പറയാം. നിങ്ങൾ യെസ് ഓർ നോ നിങ്ങളുടെ ബുക്കിൽ എഴുതുകയോ മനസ്സിൽ വിചാരിക്കുകയോ ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാറുണ്ടോ? സമയം കണ്ടെത്തുന്നുണ്ടോ? യെസ് ഓർ നോ നിങ്ങൾ തന്നെ അസസ് ചെയ്തോളൂ. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ നമ്മൾ ടൈം കണ്ടെത്താറുണ്ടോ, പറ്റുന്നുണ്ടോ? നോ പറയാൻ കഴിയുന്നുണ്ടോ? നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയുന്നുണ്ടോ? ഇനി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയും മക്കളുടെയും ആവശ്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ എൻ്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തു, എൻ്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നുണ്ടോ? എൻ്റെ തെറ്റുകൾക്ക് ഞാൻ തന്നെ മാപ്പ് കൊടുക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? 5 പോയിന്റ് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കിട്ടും. ക്ലിയർ ആയോ? ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നുണ്ടോ? എനിക്ക് നോ പറയാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എൻ്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? വേറെ ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. ഞാനിപ്പം തൽക്കാലം നമ്മുടെ ഇതിനായിട്ട് ഇത്രയും പോയിന്റ്സേ എടുത്തിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും സെൽഫ് ലവ് എന്നതാണ് നമ്മുടെ സന്തോഷത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സേവേഴ്സ് കൾച്ചറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു അഫർമേഷൻസും കൂടെ പറഞ്ഞു തരാം. ഒന്ന് കണ്ണടയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. ഒരു ഡീപ് ബ്രത്ത് എടുത്തിട്ടിരിക്കുക. എന്നിട്ട് ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്. ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു,
എനിക്ക് മൂല്യം ഉണ്ട്. എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. എനിക്ക് എന്നെ സ്നേഹിക്കാൻ അവകാശമുണ്ട്. എനിക്ക് എന്നെ സ്നേഹിക്കാൻ അവകാശമുണ്ട്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഫർമേഷൻ പറഞ്ഞെന്ന് തന്നെയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളോട് പ്രതികരിക്കുന്ന രീതിയും മാറും. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടവും മാറും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി തിരുത്തി എഴുതാൻ പറ്റും. ഹാപ്പിനെസ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ബീമാജിക്കിനും എൻ്റെ മാതാപിതാക്കളോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സെൽഫ് ലവ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഫീഡ്ബാക്സ് അറിയിക്കാനായി എല്ലാവരും ക്ഷണിക്കുന്നു. മാം, ആദ്യം ഞാൻ പറയട്ടെ, കാരണം എനിക്ക് യോഗയ്ക്ക് പോകാൻ സമയമായി. അതിനിടയ്ക്ക് ഞാൻ ഓക്കെ. പറയാം. മാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വരികയാണ്. എനിക്ക് ഏറ്റവും അത് തോന്നുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി വന്നതിന് ശേഷമാണ് എനിക്ക് എന്നെ സ്നേഹിക്കാൻ പഠിച്ചത്. പക്ഷെ ഇപ്പോ ഞാൻ വിചാരിക്കുന്നു ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ അത് പറഞ്ഞപ്പോ മാം പറഞ്ഞ ആ പോയിന്റുകളിൽ ഒന്ന് രണ്ടെണ്ണം എനിക്ക് കുഴപ്പമാണ്. കാരണം നോ പറയാൻ ഇപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ല. ചിലരിങ്ങനെ പറയുമ്പോൾ അയ്യോ അവരോട് എങ്ങനെ പറയും എന്ന് പറഞ്ഞ് നോ പറയുന്ന കാര്യത്തിൽ മാത്രം ഞാനിപ്പോ പിന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അതാ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്. ഇത്രയും കാലം ഞാൻ ബാക്കിയുള്ളവരെ സ്നേഹിച്ച് അവരുടെ പിറകെ പോയിട്ട് അവരെന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടത്തിരുന്ന എനിക്ക് ഇപ്പൊ എന്നെ സ്നേഹിച്ചപ്പോ അതേ ഞാൻ തിരിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടും കിട്ടുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഒരുപാട് പോയിന്റ് വിട്ടു പോയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ഇത്തരം ക്ലാസ്സുകൾ ഒരുപാട് ഉപകാരം ചെയ്യുന്നു. അത് ശരി, താങ്ക് യു. ഞാൻ പോയിട്ട് വരട്ടെ. എനിക്കിപ്പോ വളരെ സന്തോഷത്തിലാണ്. താങ്ക് യു മാം. താങ്ക് യു. ഹലോ ഷീല മാം, നല്ലൊരു ഓക്കെ. ക്ലാസ് ആയിരുന്നു. സെൽഫ് ലവ് ഒരുപാട് സെൽഫ് ലവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും ഒന്ന് നമ്മളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യണം എന്ന് പറയാനും നമ്മളുടെ ബൗണ്ടറീസ് തിരിച്ചറിയാനും എന്താ പറയാ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തേണ്ടതിന്റെ പ്രാധാന്യവും എല്ലാം പറഞ്ഞു തന്നു. ഒരുപാട് പോയിന്റുകൾ ഷീല മാം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ലാസ്റ്റുള്ള ഈ ഒരു സെൽഫ് അസസ്മെന്റും കൂടി പറഞ്ഞു തന്നപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പിടികിട്ടി. സത്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു മടിയാണ്. അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയാണ്. അതെനിക്ക് തോന്നുന്നു കോമൺലി ഒരുപാട് ആളുകൾക്ക് ഉണ്ട് ഈ ഒരു പ്രശ്നം. അപ്പോ ഞാൻ എന്റെ കാര്യം ബാക്കി ഞാൻ എന്താ പറയാ ഗ്രൗണ്ടിങ് കോൺഫിഡൻസ് കുറയുന്നോണ്ടാണ്. ഗ്രൗണ്ടിങ് ചെയ്യുന്നതും പിന്നെ എന്താ പറയാ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതെ പറയാൻ അല്ലേ. പാടാ. പിന്നെ സെൽഫ് ടോക്ക് അതെ 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 തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. ഞാനും സെൽഫ് അനലൈസ് ചെയ്ത് നോക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാത്തതെന്നുള്ളത്. അപ്പൊ ആ ഈ ഒരു കാര്യത്തിൽ എനിക്ക് മടിയാണ്. പിന്നെന്താ പ്രശ്നം എന്ന് പറയാ, ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ട് 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 ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ പൊട്ടിത്തെറിക്കും. അങ്ങനെ അപ്പൊ നമ്മളോട് തന്നെ ഒരു എന്താ പറയാ നമ്മളുടെ മൈൻഡിൽ തന്നെ ഒരു സപ്രസ് ചെയ്ത് വെക്കും. അതൊരു ലാസ്റ്റ് സമയമാകുമ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും. പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതൊന്ന് മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ സോളോ ട്രിപ്പ് പോകുന്നതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. മാം അതിന് കുറച്ചുകൂടെ മൈൻഡ്ഫുൾ ആയാൽ മതി. അപ്പം മാറ്റിയെടുക്കാൻ പറ്റും. ചെയ്യുന്നതെല്ലാം ഇത്തിരി കൂടി മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. അപ്പം മാറും. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ 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 താങ്ക് യു സോ മച്ച് മാം. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് ഒരുപാട് എനിക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതെ 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 താങ്ക് യു സോ മച്ച്.
നല്ലൊരു ആ ക്ലാസ്. എനിക്ക് തോന്നുന്നു ഈ ഇതിന്റെ വീഡിയോ കിട്ടുമ്പോ ഇനി ഒരു 2-3 വട്ടം ഒന്നും കൂടി കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടെ സെൽഫ് ലവ് എന്താണെന്ന് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും നല്ലൊരു ക്ലാസ് ആണ്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻ കാലഘട്ടത്തിൽ ഉണ്ട്. നമുക്ക് അതെ 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 പ്രാക്ടിക്കൽ ഒന്നും ആരും കാണിച്ചു നമ്മളുടെ ഈ തരാറില്ലല്ലോ. അതെ 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 തീർച്ചയായും. പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, സെൽഫ് ലവ് ആണ്. കാരണം നമുക്ക് വേണ്ടി നമ്മൾ സമയം ഓടിപ്പടഞ്ഞ് നടക്കുകയും മറ്റുള്ളവരുടെ കമ്പാരിസൺ ചെയ്യുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താറില്ല. ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഈ ഒരു സത്യം. ക്ലാസ്സുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ഇലമ. നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പൊ വളരെ അക്കമിട്ട് എഴുതിയ പോലെ തന്നെ നമ്മൾ മാം പറഞ്ഞ പോലെ സെൽഫ് ലവ് എന്താണ്, അത് കുറയാനുള്ള കാരണം എന്താ, അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്താ, എങ്ങനെ മുക്തി നേടാമെന്നൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ ഓരോ പോയിന്റും വളരെ വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. നാം പോയിന്റുകളൊന്നും പറയുന്നില്ല, ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക, നമ്മൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, നമ്മൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മൾക്കൊരു ക്വാളിറ്റി നമ്മളെ മനസ്സിലാക്കി നമ്മളെ മൂല്യം തിരിച്ചറിഞ്ഞ് നമ്മളെ സ്വയം സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ജീവിതം മനോഹരമാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, നല്ല ഒരു അന്തരീക്ഷം നമുക്ക് സെറ്റപ്പ് ആവുകയും ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിന് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് നല്ലത് തിരിച്ചു വരും എന്നുള്ള ഒരു ഇതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, നല്ല ബോഡി ലാംഗ്വേജും ഇന്ന് നന്നായിട്ടാണ് പ്രസന്റ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്. ബ്യൂട്ടിഫുൾ. മാജിക് മോർണിംഗ് ഓൾ. ഷീല മാം, വളരെ നല്ലൊരു എന്തോ ടോപ്പിക്, സെൽഫ് ലവ്. സത്യം പറഞ്ഞ ഓക്കെ. മാമൊക്കെ പറഞ്ഞ നമ്മുടെ ഈ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാനും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്രയധികം വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ നല്ലൊരു ടോപ്പിക്, അതുപോലെ തന്നെ മാമിന്റെ പ്രസന്റേഷൻ എല്ലാം സൂപ്പർ ആയിരുന്നു. പറഞ്ഞ പോലെ നമുക്ക് സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉയർന്നേ വരുള്ളൂ. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിലായാലും നമ്മുടെ ഫേസിലായാലും ശരിക്കും ആ ഒരു പ്രസന്നത ശരിക്കും ഉണ്ടാവും. നമുക്ക് അത്രയധികം ഒരു കോൺഫിഡന്റ് ഉണ്ടാവും നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. മാജിക് മോർണിംഗ് ഷീല മാം. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ബി മാജിക്കിലൊക്കെ വന്നതിന് ശേഷമാണ് സെൽഫ് ലവിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയത്. പിന്നെ മാമിൻ്റെ ക്ലാസ്സിനൊന്നും കൂടി ക്ലിയറായി സെൽഫ് ലവിനെ പറ്റിയിട്ട്. പിന്നെ ആദ്യം മിറർ ടോക്ക് ചെയ്യായിരുന്നു, ഇപ്പൊ ഇനി അതൊന്നും. അതെ, ഒരു പോയിന്റാ മിറർ ടോക്കും. അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവരെ കാണുമ്പം ചിരിക്കും, സ്മൈലിംഗ് ഫേസ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് വിട്ടുപോയതാ. ഓക്കെ, അതൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു മാം. സ്മൈലിംഗ് ഫേസ്, മിറർ ടോക്ക് പിന്നെ ഓൾറെഡി നമുക്ക് പ്രവീണ മാം എടുത്ത് തന്നിട്ടുണ്ടല്ലോ. എടുത്ത് തന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു കണ്ണാടിയൊക്കെ എന്റെ ബാഗിൽ എപ്പോഴും ഇടുന്നുണ്ട്, പക്ഷെ വണ്ടിയിലിരുന്നൊന്നും നോക്കാറില്ല. എന്നാലും നോക്കണ്ടപ്പോ ഇടയ്ക്ക് ഞാൻ ചെയ്യും. താങ്ക് യു മാം. ഷീല മാം, വളരെ നല്ലൊരു ക്ലാസ്, നല്ലൊരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ബി മാജിക്കിനോട്, ഈ പുതിയ വന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് ആദ്യം ഈ ഒരു ക്ലാസ് കൊടുത്താൽ മതി. ബാക്കി അവരെല്ലാരും ആ റൂട്ടിലേക്ക് വന്നോളൂ. അത്രയും എല്ലാ പോയിന്റും പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പോയിന്റ് എടുത്തത്. ഈ പുതിയ ആൾക്കാർക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി എടുത്തതാ ഞാൻ. അതെ, വളരെ നല്ലൊരു ക്ലാസ്. പക്ഷെ നമ്മളും ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ നിന്ന് ഒരു 10 ക്ലാസ് കേൾക്കുന്നതിന്റെ പോയിന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തി പറഞ്ഞു എന്നുള്ളതാണ്. ഞാനിപ്പം പറയുന്നില്ല, ബാക്കി എല്ലാരും പറഞ്ഞു. അത്രയും മനോഹരമായിരുന്നു അവന്റെ ക്ലാസ്, നല്ലൊരു ക്ലാസ്. ഞാൻ ഇനിയും നമുക്ക് വേണ്ടി ഒരു മാസത്തിൽ ഒരു ക്ലാസ് എടുക്കണം, റിക്വസ്റ്റ് ആണ്. എന്തായാലും താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.
മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം ഷൈനി മാം വിളിച്ചിരുന്നു, ക്ലാസ് എടുക്കാൻ ഡേറ്റിലേക്ക് ആരും കിട്ടിയില്ലല്ലോ, എന്താ ചെയ്യാൻ ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളായിരുന്നു. പക്ഷെ ഇതിന് മുമ്പ് എന്നോട് ദിവ്യമൊക്കെ പറഞ്ഞിരുന്നു, ഒരാഴ്ച മുന്നെങ്കിലും ക്ലാസ് എടുക്കുന്നവരോട് പറയണം, എന്നാലേ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുമെന്നൊക്കെ. പക്ഷെ ഒറ്റ ദിവസം കൂടി നിങ്ങൾക്ക് ക്യാപ്പ് കിട്ടിയില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു എല്ലാ പോയിന്റുകളും. ഈ ഒരു സമയത്ത് ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. പ്രസന്റേഷൻ മണിസാറൊക്കെ പറഞ്ഞ മാതിരി വളരെ നന്നായിരുന്നു. എക്സാമ്പിൾ അതുപോലെ തന്നെ അഫർമേഷൻ ചെയ്യുക എന്ന് പറയാതെ അഫർമേഷനും കൂടി പറഞ്ഞു തന്നു. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് താങ്ക് യു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഫീഡ്ബാക്ക് പറയാത്ത ആളുകളൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാ ക്ലാസ്സിലും ഫീഡ്ബാക്ക് പറയാൻ മുന്നോട്ട് വരിക. അതുപോലെ തന്നെ പേരുകളൊക്കെ ഒന്ന് ചിലപ്പോൾ ഐഫോൺ എന്നൊക്കെ കാണിക്കുന്നത് ഓപ്പോ, അതൊക്കെ ആരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകളെ ലിസ്റ്റിലൊക്കെ പെട്ടുപോകും. അപ്പോൾ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ സമയം ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഓവർ ടു ആരതി. താങ്ക് യു. മാജിക് മോർണിംഗ്. താങ്ക് യു മാം. സൂപ്പർ ക്ലാസ്. താങ്ക് രാവിലെ യു. തന്നെ നല്ലൊരു എനർജി കിട്ടി. ഇന്നത്തെ ദിവസം സൂപ്പറായി. ഈ ബിഗ് മാജിക്കിൽ ഞാനൊക്കെ എന്നെപ്പോലത്തെ ഒരാള് ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് വൻ നഷ്ടമായിരുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ കേട്ടിട്ട് ഞാനൊക്കെ ഇതിലാ പിടിച്ചു നിൽക്കുന്നത്. നല്ലൊരു സൂപ്പർ ക്ലാസ്. ഇനി മാഡത്തിന്റെ ഒന്നുകൂടി കേൾക്കണം ഇനി ഇത് വന്നാല്. അതിൽ ആ ലാസ്റ്റ് പറഞ്ഞ നമ്മൾ സെൽഫ് ഇതുണ്ടല്ലോ, അത് മാഡം നമ്മൾ ഏതിലാണത്? അഫർമേഷൻ ആണോ ഗ്രാറ്റിറ്റ്യൂഡ് ആണോ? ഏതിലാണ് നമ്മൾ സെൽഫ് റെസ്പെക്ട് എഴുതുക? അഫർമേഷനിലല്ലേ? സെൽഫ് റെസ്പെക്ട് ശരിക്കും വേറൊരു ടോപ്പിക്ക് സെൽഫ് ലവ്. സെൽഫ് ലവ് നമ്മള് അഫർമേഷൻ അഫർമേഷൻ ആണ് അല്ലേ? അഫർമേഷൻ ഇൻഫർമേഷൻ ആണ്. അതെനിക്ക് അല്ല ഡൗട്ട്. സാറേ, അതെ, അഫർമേഷൻ ആണ്. അതായത് നമ്മൾ പറയുന്നില്ലേ, ഐ റെസ്പെക്ട് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്, ഐ ഓണർ മൈസെൽഫ്. അതെ, അഫർമേഷൻ. ഞാനിത് ഏതിൽ എഴുതാന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ എഴുതാറുണ്ട്, പക്ഷെ Affirmation ആണ്. ചിലപ്പോൾ I am strong, I am good enough, only good things are happening to me എന്നൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഐ റെസ്പെക്ട് മൈസെൽഫ്, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആകട്ടെ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റാ. ഐ ഓണർ മൈസെൽഫ്. താങ്ക് യു മാം. സൂപ്പർ. സൂപ്പർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് പരിചയപ്പെടുത്തണം. ന്യൂ മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് പിടിക്കാം. എന്റെ പേര് ഫസീല. ഒപ്പോ പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് ഫസീല. പെരിന്തൽമണ്ണ അടുത്ത് മേലാറ്റൂര് പറയും. നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നാണ് ജോയിൻ ചെയ്തത്. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വിൻസെന്റ് സാറിനെ കാണുന്നില്ലല്ലോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഹലോ. നല്ല ക്ലാസ് തന്നെ കേട്ടോ. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാതിരിക്കുന്നതാണ്. ഓക്കെ സാറേ, താങ്ക് യു. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, പേര് കണ്ടപ്പോ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. വളരെ നല്ല യൂസ്ഫുൾ ആയ ടോപ്പിക് ആയിരുന്നു. സെൽഫ് ലവ് നമുക്ക് എങ്ങനെ, സെൽഫ് ഹീലിംഗ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ മാം പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും നല്ല ക്ലാസ് എടുത്തുന്ന മാമിന് താങ്ക് യു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ഓൾ. താങ്ക് യു. Thank you all. Thank you all. Thank you all. Thank you very much. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.